നമസ്കാരം, ഞാൻ ഡോക്ടർ ഷെബി ഫ്രാൻസിസ്, മറീന പഞ്ചകർമ്മ സെൻ്ററിൻ്റെ CEO. ഈ അടുത്ത കാലത്ത് ഒരു കുട്ടി വന്നിരുന്നു. ഒരു പേരൻസൊക്കെ വളരെ സങ്കടത്തോട് വന്നിരുന്നു. കുട്ടി പഠിക്കാൻ പറ്റുന്നില്ല, ഏകാഗ്രതയില്ല, ഒന്നാണ്ട് പഠിച്ചു തുടങ്ങുമ്പോഴേക്കും തലവേദന വന്ന് ഒരു ദിവസം ഫുള്ള് റെസ്റ്റ്, വെളിച്ചം കാണാൻ പറ്റില്ല. അപ്പോൾ ഇവർ പല ടെസ്റ്റുകളും പല ചികിത്സകളും കഴിഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ കാരണം നോക്കുമ്പോൾ CT MRI ഒക്കെ നോർമലാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു യുക്തി തോന്നി. നമ്മൾ നാഡീ ചികിത്സകൾ ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ നാഡീ പരിശോധനയിൽ കണ്ട ഒരു കാര്യം, അവിടെ കഴുത്തിന് എന്തോ ഒരു പ്രോബ്ലം നമുക്ക് ഫീൽ ചെയ്തു. അതിലേക്കുള്ള ഒരു നെർവിൻ്റെ സർക്കുലേഷൻസ് അല്ലെങ്കിൽ എനർജി ഫ്ലോ വളരെ കട്ടായി കിടക്കണ പോലെ തോന്നി. അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് നിശ്ചയിച്ചു. അത് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു. എല്ലാവരും ചെയ്യണ പോലെ തന്നെ നമ്മൾ സാധാരണ ഗ്രീവാവസ്ഥയാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നസ്യം സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ ധാന്യാമൃതത്തിൽ ധാര. ഇത് ഈ ഓർഡറിലല്ല, ആ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഒരു ഓർഡറിൽ ചെയ്തു. വളരെ അത്ഭുതകരമായ രീതിയിൽ പറയാം. അതിനുശേഷം ഓരോ ദിവസം ചെയ്യുന്നതോറും അതിൻ്റെ റിസൾട്ട് കൂടി വരികയുണ്ടായി. അതായത് നല്ല റിസൾട്ടായിട്ട് അത് മാറി. 10 ദിവസം കഴിയുമ്പോഴേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷം അവർ പലപ്പോഴും നമ്മുടെ ഫോൺ വിളിച്ചിട്ടും ഒക്കെ പറയാറുണ്ട്. അപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായൊരു പോയിൻ്റ്, ഏത് ഇൻവെസ്റ്റിഗേഷനിൽ കിട്ടി, അതായത് MRI എടുത്തു, CT എടുത്തു, അതിലൊന്നും കുഴപ്പമില്ല എന്ന് പറയുകയും എന്നാൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ മാറാതിരിക്കുകയും ചെയ്യുമ്പോൾ പൊതുവിൽ പറയുന്ന ഒരു നീരിറക്കം എന്ന് പറഞ്ഞ ആ ഒരു നീർക്കെട്ട്, അതൊരു പക്ഷേ കഴുത്തിനെ ആശ്രയിച്ചിട്ടുള്ളതായിരുന്നെങ്കിൽ ഇങ്ങനൊരു ട്രീറ്റ്മെൻറ്റ് ആയുർവേദത്തിലുണ്ട്. ആയുർവേദ ചികിത്സകൾ ഒരുപാട് എഫക്റ്റീവായിട്ടുള്ള, പ്രത്യേകിച്ച് ഈ കാർപ്പസാസ്താദി തൈലം, അതുപോലെ പ്രസരണാദി കഷായം, ഇങ്ങനെയുള്ള മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അനുഭവത്തിൽ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ഇപ്പോഴും സെക്കൻഡ് ഓപ്ഷനല്ല, ശരിക്കും പറഞ്ഞാൽ അത് പ്രൈം ഓപ്ഷനിലേക്ക് തന്നെ കടക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ആയുർവേദ മേഖലയിലുണ്ട്. താങ്ക് യു.